നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്ന് നിനക്ക് സന്ദീപ് സ്വന്താവുന്ന ദിവസാ. അതിന്റെ സന്തോഷം നിന്റെ അഴകിലും പ്രകടമായി തന്നെ ഉണ്ട്. അതെന്റെ ഏറ്റവും വലിയ സന്തോഷ ചേച്ചി. ആ സന്തോഷം മുഖത്ത് പ്രതിഫലിക്കുമ്പോഴും ഉള്ളിലൊരു നീരിപ്പോടെ എരിയുന്നുണ്ട്. എന്റെ വിവാഹം മുടക്കുമെന്നൊക്കെ പറഞ്ഞ് ചിലര് നടപ്പില്ല ഇവിടെ. എന്തെങ്കിലും കാരണം കൊണ്ട് വിധി അവർക്ക് അനുകൂലമായ തീർന്നില്ലേ ചേച്ചിയെല്ലാം. നിന്റെ വിവാഹം തീരുമാനിച്ചതും നടത്തുന്നതും നെല്ലിശ്ശേരിയിലെ നിന്റെ ചേച്ചി അവന്തികയാ. അത് മുടക്കുംന്ന് പറഞ്ഞത് വൃന്ദാവനം വീട്ടിലെ അർച്ചനെ. ഞാനിപ്പോ പറഞ്ഞപ്പോ തന്നെ വ്യത്യാസം നിനക്ക് മനസ്സിലായി കാണുമല്ലോ. അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ ചേച്ചി. നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുമെന്ന് പറയുന്ന പോലെ അവസാന നിമിഷം എന്തെങ്കിലും സംഭവിച്ചാലോ? ഒന്നും സംഭവിക്കില്ല. അഷ്ടനാഗമായി നിന്റെ ചേച്ചി പത്തി വിടർത്തി നിൽക്കുന്നിടത്തേക്ക് ഒരു നീർക്കോലി പോലും വരാൻ പോകുന്നില്ല. നീ നിന്റെ ചേച്ചിയെ വിശ്വസിക്കുമോളെ? വിശ്വാസം തന്നെയാ ചേച്ചി. ആതിരയെന്ന് പറയുന്നവളെ കണ്ട സന്ദീപ് എല്ലാവരോടും തുറന്നു പറയുന്ന എന്റെ ഒരു പേടി. അതിന് ആതിരയെന്ന് വരില്ലല്ലോ. നീ പേടിക്കണ്ട, അവളെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അവളുടെ അഭാവം ബന്ധുക്കൾ നിമിത്തമാകുമ്പോ അത് നമ്മളെ ബാധിക്കില്ലല്ലോ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഈ വിവാഹം നടക്കുന്നതിന് തടസ്സമായി നിന്നെ എല്ലാം മാറ്റിയിട്ടാണ് ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന്. പിന്നെ അർച്ചന, അതൊരു തടസ്സമായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. നമ്മുടെ വഴിയിൽ എവിടെയെങ്കിലും അവള് തടസ്സമായിട്ട് വന്ന് നിന്ന പുറംകാലിന് ചെറിയൊരടി, അവക്കതിന്റെ ആവശ്യമുള്ളൂ. നിന്റെ അങ്ങോട്ടുള്ള ജീവിതം വരെ എങ്ങനെ വേണമെന്ന് തീരുമാനിച്ചിട്ടാ ഞാൻ സംസാരിക്കുന്നത്. ഇന്ന് വിവാഹം കഴിഞ്ഞ ഉടനെ നിങ്ങൾ രണ്ടുപേരും ഒരു യാത്ര ചെയ്യണം. ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും രാജ്യത്തേക്ക്. നിങ്ങൾ മധുവിധം ആഘോഷിച്ച് തിരിച്ചു വരുമ്പോഴേക്കും സന്ദീപ് നിന്റേത് മാത്രമായി മാറിയിട്ടുണ്ടാവും. പിന്നീട് നിങ്ങൾക്കൊരു കുഞ്ഞ്, നെല്ലിശ്ശേരിയുടെ മുഴുവൻ സമ്പാദ്യത്തിനും അവകാശിയായി മാറേണ്ട കുഞ്ഞ്. 27 നക്ഷത്രത്തിൽ ഏത് നക്ഷത്രത്തിൽ ജനിച്ചാലും ആ കുഞ്ഞിന് രാജയോഗ. കുഞ്ഞിന്റെ ജനനത്തോടുകൂടി സേതുമാധവന് സമാധി. പിന്നെ 7-ാം പക്കം കഴിഞ്ഞ് അവന്തികയുടെ പട്ടാഭിഷേകം. സേതുമാധവന്റെ കിരീടം വെച്ച് എന്റെ സിംഹാസനാരോഹണം. പിന്നീട് അങ്ങോട്ട് ഭരിക്കുന്നതും മുടിക്കുന്നതും ഞാനും നീയും. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾക്ക് ആര് തടസ്സമായി നിന്നാലും മരണമാണ് അവരുടെ ശിക്ഷ. നമ്മുടെ കഥയുടെ ആദ്യത്തെ അധ്യായമാ നിന്റെ ഈ വിവാഹം. അതുകൊണ്ട് ഏത് വിധേനയും ഞാനിത് നടത്തും. ഇത് മുടങ്ങിയ നിന്റെ ചേച്ചി മരിച്ചതായി കണക്കാക്കിയാൽ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.